തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ താലൂക്കിൽ കൊടുങ്ങല്ലൂർ പറവൂർ ദേശീയപാത 17 ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ചേരമാൻ ജുമാ മസ്ജിദിന് മുൻപിലാണ് നാം ഇപ്പോൾ. ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ മുസ്ലിം പള്ളിയാണിത്. മഹോദയപുരം കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന ചേര രാജവംശത്തിലെ രാജാവായിരുന്ന ചേരമാൻ പെരുമാളാണ് AD 629 ഈ മസ്ജിദ് പണികഴിപ്പിച്ചത്. ചേരമാൻ പെരുമാളിന്റെ ചരിത്രത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ചരിത്രകാരന്മാർക്കുള്ളത്. കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാളിന് ഒരു സ്വപ്ന ദർശനമുണ്ടായി. ചന്ദ്രൻ രണ്ടായി പിളർന്നു പോകുന്നതായ അസാധാരണവും ദുർഗ്രഹവുമായ ഒരു സ്വപ്നമാണ് അദ്ദേഹം കണ്ടത്. രാജസദസ്സിലെ ജ്യോതിഷികൾക്കൊന്നും ഈ സ്വപ്നത്തെക്കുറിച്ച് വ്യക്തമായ വിവരണം നൽകാനായില്ല. പിന്നീട് ഒരിക്കൽ സിലോണിലേക്കുള്ള യാത്രാമധ്യേ അറബി കച്ചവടക്കാർ പെരുമാളിനെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഈ സ്വപ്നത്തെക്കുറിച്ച് അവരോട് സൂചിപ്പിച്ചു. അറേബ്യയിൽ പ്രവാചകൻ അനുഷ്ഠിച്ച ദിവ്യാത്ഭുതമായിരിക്കും ഇതെന്ന് അവർ പെരുമാളിന് വിശദീകരിച്ചു കൊടുത്തു. അവരുടെ വ്യാഖ്യാനത്തിൽ ആകൃഷ്ടനായ പെരുമാൾ കച്ചവട സംഘത്തിന്റെ മതം ഉത്കൃഷ്ടമെന്ന് ബോധ്യപ്പെടുകയും അദ്ദേഹം ഇസ്ലാം മതത്തിലേക്ക് ആകൃഷ്ടനാവുകയും ചെയ്തു. പെരുമാൾ തന്റെ രാജ്യം പലതായി പകുത്ത് പ്രാദേശിക പ്രമുഖർക്ക് നൽകി മക്കയിലേക്ക് യാത്ര തിരിക്കുകയും പ്രവാചകനെ ദർശിച്ച് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു എന്ന് കരുതുന്നു. മക്കയിലെത്തിയ പെരുമാൾ പ്രവാചകനൊപ്പം കുറച്ചുകാലം ജീവിച്ചതിനു ശേഷം സ്വദേശത്തേക്ക് മടങ്ങി. മടക്കയാത്രയിൽ പെരുമാൾ രോഗബാധിതനാവുകയും അറേബ്യയിലെ ദുഫാറിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മരിക്കുന്നതിന് മുൻപ് താൻ മക്കയിൽ അനുഭവിച്ചറിഞ്ഞ മതത്തെ പ്രചരിപ്പിക്കാനുള്ള കുറിമാനം മലബാറിലെ പ്രാദേശിക ഭരണാധികാരികൾക്ക് അദ്ദേഹം അയച്ചുകൊടുത്തു. പെരുമാളിന്റെ കുറിമാനവുമായി മാലിക് ബിൻ ദിനാർ എന്ന സഞ്ചാരി കൊടുങ്ങല്ലൂരെത്തി. കുറിമാനം പ്രാദേശിക പ്രമുഖർക്ക് നൽകുകയും അതിലെ നിർദ്ദേശങ്ങൾ പ്രകാരം പള്ളികൾ പണിയുന്നതിനുള്ള സമ്മതം മാലിക് ബിൻ ദിനാറിന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായ ചേരമാൻ ജുമാ മസ്ജിദ് AD 629 സ്ഥാപിക്കപ്പെട്ടു. മാലിക് ബിൻ ദിനാറിനെ തന്നെ ആദ്യത്തെ ഖാസിയായി അവരോധിക്കുകയും ചെയ്തു. പിന്നീട് മാലിക് തന്റെ മകനായ ഹബീബ് ബിൻ മാലിക്കിനെ അടുത്ത ഖാസിയായി നിയമിച്ചു. കേരളത്തിലുടനീളം യാത്ര ചെയ്ത് ധാരാളം പള്ളികൾ അദ്ദേഹം പണിയുകയുണ്ടായി. പിന്നീട് അറേബ്യയിലേക്ക് പോയ അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെട്ടു. ചേരമാൻ പള്ളിയിലെ പുരാതനമായ കബറിടങ്ങൾ ഹബീബ് ബിൻ മാലിക്കിന്റെയും അദ്ദേഹത്തിന്റെ പത്നി ഖുമൈറയുടേതുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. നിർമ്മാണത്തിന് ശേഷം 11ാം നൂറ്റാണ്ടിൽ ആദ്യമായി ഈ മസ്ജിദ് പുനരുദ്ധരിക്കുകയോ പുനർനിർമ്മിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 300 വർഷങ്ങൾക്കു ശേഷമാണ് പുനർനിർമ്മാണം നടന്നത്. 1974-ലും 94-ലും 2001-ലും പള്ളി പുനർനിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ പള്ളിയുടെ പവിത്ര സ്ഥാനങ്ങൾക്ക് ഈ നിർമ്മാണത്തിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. പള്ളിക്കകത്തെ മിഹ്റാബും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രസംഗ പീഠവുമാണിത്. ഉൾവശത്തെ കൊത്തുപണികളും പുരാതന ചുമർ ലിഖിതങ്ങളും പഴയ മലയാളം വട്ടെഴുത്ത് ലിപി ആലേഖനം ചെയ്ത വലിയ വിളക്കുമെല്ലാം പള്ളിയുടെ ചരിത്രപ്പഴമയുടെ സാക്ഷ്യങ്ങളാണ്.